നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് രണ്ട് സ്റ്റോക്കുകളിൽ 100 ദിവസത്തെ ബാക്ക് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടോളൂ. ഇവിടെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 100 ദിവസം കണ്ടിന്യൂസ് ആയി ഒരേ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 1:2 റിസ്ക് റിവാർഡ് മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ മിനിമം അയാൾക്ക് എന്ത് ആവറേജ് റിട്ടേൺ ആണ് 100 ഡേയ്സിലേക്ക് ലഭിക്കുന്നത്. ഒപ്പം ഇത് മൂന്നാമത്തെ വീഡിയോ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ പർട്ടിക്കുലർ ഓരോരോ സ്റ്റോക്കുകളായിട്ട് 5 സ്റ്റോക്കുകളുടെ 100 ഡേയ്സ് ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോസാണ് ഈ സീരീസിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 100 ദിവസം വ്യത്യസ്തമായ സ്റ്റോക്കുകളിൽ നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1:2 മാത്രമേ നമ്മൾ റിസ്ക് റിവാർഡ് എടുക്കുന്നുള്ളൂ എങ്കിൽ ഏതൊരാൾക്കും മിനിമം എന്തായിരിക്കും ഒരു ആവറേജ് റിട്ടേൺ 100 ദിവസത്തേക്ക് കിട്ടുന്നത്. 100 ദിവസത്തേക്ക് കിട്ടുന്ന ആവറേജ് റിട്ടേൺ നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടി നമുക്ക് ഒരു വർഷം നമുക്കറിയാം 200 ദിവസത്തിൽ കൂടുതൽ ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് കിട്ടും. അപ്പോൾ 1 ഇയർ ആവറേജ് റിട്ടേൺ എന്താണെന്ന് നമുക്ക് അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലോങ് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ കിട്ടുന്ന ഒരു റിട്ടേണിൽ നിന്ന് വലിയ വ്യത്യാസം, ഭയങ്കരമായൊരു വ്യത്യാസം ആവറേജ് റിട്ടേണിൽ പിന്നീട് സംഭവിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡിംഗ് എൻ്റയർ ലൈഫിലേക്ക് പിന്നീട് ആ ഒരേ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് വളരെ മികച്ച ഒരു റിട്ടേൺ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നതാണ് നമ്മളുടെ ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് ഉത്തരമായി കിട്ടുന്നതെങ്കിൽ ആ ഒരൊറ്റ സ്ട്രാറ്റജി മാത്രം ലൈഫ് ലോങ് നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രാറ്റജി കാണാപ്പാഠം പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതിയാകും ട്രേഡിങ്ങിൽ വിജയിക്കാൻ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമോ, നമുക്ക് ആവറേജ് റിട്ടേൺ മികച്ചത് കിട്ടുമോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേക്കുന്ന കറക്റ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കും ഇത് പിന്തുടരാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ 100 ദിവസത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇവിടെ റിസൾട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 5 ദിവസത്തെ BPCLൻ്റെ നവംബർ 20 തിങ്കളാഴ്ച മുതൽ 5 ദിവസത്തെ ബാക്ക് ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ലൈവായിട്ട് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം 100 ദിവസത്തെ എന്തൊരു കണക്കാണ് നമുക്ക് കിട്ടിയത്, എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടിയതെന്നുള്ളത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ലൈവായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നോക്കാം. നവംബർ 20 തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് നവംബർ 20 പോകാം. നവംബർ 20 തിങ്കളാഴ്ച. ഓക്കെ, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 2 പ്രൈസ് പോയിന്റുകളാണ്. അതായത് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് ഇന്നലത്തെ ഹൈ അറിയണം, ഒപ്പം തന്നെ ഇന്നലത്തെ ലോ അറിയണം. ഇന്നലത്തെ ഹൈയും ലോയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഇന്നലത്തെ ലോ മാർക്ക് ചെയ്തതിലേക്ക് കാലത്തെ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്ന് ഹിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയ്ക്കകത്ത് നമ്മളുടെ എൻട്രി പോയിൻ്റ് വരുന്നത് ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ തൊട്ട് ചേർന്ന് വരുന്ന റെഡ് ക്യാൻഡലിന് മുകളിലേക്ക്, പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മുകളിൽ റെഡ് ക്യാൻഡലിന് മുകളിലേക്ക് ക്രോസിങ് തന്നാൽ നമ്മൾ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നിന്ന് എൻട്രി എടുക്കും. ഒപ്പം തന്നെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനോട് ചേർന്ന് സപ്പോസ് ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്, ഈ ഗ്രീൻ ക്യാൻഡലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് താഴത്തേക്കായിരിക്കും. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് റെഡ് ക്യാൻഡലിനെ മുകളിലേക്ക് ക്രോസ് ചെയ്യുവാണ്. ഒപ്പം തന്നെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മുകളിലാണ് നമുക്ക് ആ ക്രോസിങ് കിട്ടുന്നത്. സോ നമ്മൾ മുകളിലേക്കായിരിക്കും അന്നത്തെ ദിവസം എൻട്രി എടുക്കുന്നത്. നമുക്ക് എന്ത് റിസ്ക് റിവാർഡ് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 1:2 അന്നവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1:2 ഇവിടെ ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം 2 പോർഷൻ പ്രോഫിറ്റ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസം നോക്കാം. 21 രണ്ടാമത്തെ ദിവസം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഡേ ലോ അടയാളപ്പെടുത്തി, അതിനുശേഷം ഡേ ഹൈ മാർക്ക് ചെയ്തു. അടുത്ത ദിവസത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ വെച്ചു, അത് പോയിട്ട് നമുക്കിവിടെ കാണാം പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല.
ക്യാൻഡിൽ താഴെ വന്നു, വീണ്ടും ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്ത് നമുക്ക് താഴത്തേക്കൊരു റിവേഴ്സ് ഇവിടെ കിട്ടുവാണ്. 9:45 താഴത്തേക്ക് നമുക്ക് എൻട്രി കിട്ടുവാണ്. നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കും. അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എപ്പോഴും വെക്കുന്നത് 0.5% ആണ്. അപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് 1% ആണ് നമ്മൾ എല്ലായ്പ്പോഴും തന്നെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റിസ്ക് റിവാർഡ് 1:2. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1:2.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. നമ്മൾ 1:2 മുകളിൽ എത്ര കിട്ടിയാലും ആക്ച്വൽ കണക്കിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല. 1:2 എന്ന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം ഇങ്ങനെ ബ്ലൈൻഡ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മിനിമം കിട്ടാവുന്നത് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആവറേജോ ഇല്ലെങ്കിൽ മാക്സിമമോ നമ്മളിവിടെ എടുക്കുന്നേയില്ല. മിനിമം റിസ്ക് റിവാർഡ് യൂസ് ചെയ്താൽ ഒരാൾക്ക് മിനിമം എന്ത് റിട്ടേൺ 100 ദിവസത്തേക്ക് കിട്ടും, അതാണ് നമുക്ക് അറിയേണ്ടത്. ആ മിനിമം എന്ന് പറയുന്നത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള പര്യാപ്തമായ ഒരു പ്രോഫിറ്റ് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി മുന്നിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ 2% പ്രോഫിറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഇന്നലത്തെ ഹൈ അടയാളപ്പെടുത്തുന്നു, ഇന്നലത്തെ ലോ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഒന്നുകിൽ പ്രീവിയസ് ഹൈ എവിടെയാണെന്ന് നോക്കി അതൊന്ന് അടയാളപ്പെടുത്തി വെക്കും. ഇവിടെയാണ് പ്രീവിയസ് ഹൈ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. രണ്ട് രീതിയിൽ നമുക്കിത് മാർക്കറ്റ് എവിടം വരെ പോകും എന്നത് രണ്ട് രീതിയിൽ നമുക്ക് അളന്നെടുക്കാൻ പറ്റും. അതിനകത്ത് ഒരു മാർഗം ഇല്ലെങ്കിൽ രണ്ട് മാർഗവും നമ്മുടെ മുൻ വീഡിയോകളിൽ നമ്മൾ വിശദമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഞാനിവിടെ കാണിച്ചു തരുവാണ്. ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ നിന്ന് ഇനിയുള്ള ഹൈ, പ്രീവിയസ് ഹൈയിലേക്കുള്ള ദൂരം നമ്മൾ അളന്നെടുത്തു. ഇതിൻ്റെ കൃത്യമായ മധ്യഭാഗം നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിനെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈസ് ആക്ഷൻ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അവിടെ വരെ മാർക്കറ്റിന് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ അവിടെ വരെ എത്താൻ മാർക്കറ്റിന് കഴിയുന്നില്ല എങ്കിൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗം ടച്ച് ചെയ്യാറുണ്ട്. ഇതൊരു 90% അതിലധികം സമയമോ മാർക്കറ്റ് കാണിച്ചു തരുന്നൊരു ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് മിനിമം ടാർഗറ്റ് ഇവിടെ വെക്കാം, ഫസ്റ്റ് ടാർഗറ്റ്, ഇനി സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയും വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കി, ഇവിടെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി, അത് കണ്ടിന്യൂസ്ലി അങ്ങോട്ട് തന്നെ പോയി ഇവിടെ ചെന്ന് ഹിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് എൻട്രികൾ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് മൂന്നാമത്തെ ദിവസം പ്രോഫിറ്റാണ് 1:2. ഇതിവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഇവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു, അതിനുശേഷം റെഡ് ക്യാൻഡിൽ വെക്കുന്നു. പിന്നീട് ഈ റെഡ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം, ഫസ്റ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ആ ക്രോസിങ്ങിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തതായിട്ട് കണക്ക് കൂട്ടാം. നമുക്ക് നോക്കാം, ഇവിടെ 0.5% നമ്മൾ റിസ്ക് റിവാർഡിന് വേണ്ടി വെച്ചു, സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസ് പിന്നെ അന്നത്തെ ദിവസം ഹിറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് 1:2 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ അത് ഹിറ്റ് ചെയ്യുന്നുണ്ട്. 1:2 അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടല്ലോ, 1:2 ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസവും 2% പ്രോഫിറ്റാണ്. ഇനി വരുന്ന നാലാമത്തെ ദിവസം. അപ്പോൾ 5 ദിവസം നമ്മളിങ്ങനെ ലൈവായിട്ട് നിങ്ങളെ കാണിക്കും. അതിനുശേഷം നമുക്ക് കണക്കിലേക്ക് പോകാം. അപ്പോൾ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഹൈ അടയാളപ്പെടുത്തണം. ഹൈ അടയാളപ്പെടുത്തി. ഇനി ഇവിടെ ലോയും നമ്മൾ കണ്ടെത്തി. അതിനുശേഷം ഈ മധ്യഭാഗം നമുക്കിത് വെറുതെ ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ ഈ മധ്യഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെച്ചു. ഇനി നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചു. എവിടെ? നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ ഹിറ്റ് ചെയ്തു. തിരികെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിലിനെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ, സോ നമ്മളൊരു എൻട്രി അങ്ങോട്ട് എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, വേസ്റ്റ് കേസ്, അതായത് നമുക്ക് മാക്സിമം തെറ്റുകൾ സംഭവിക്കുന്നു എന്ന രീതിയിൽ. കാരണം ട്രേഡിനിരിക്കുമ്പോൾ, ലൈവ് ട്രേഡിനിരിക്കുമ്പോൾ ചെറിയൊരു ഇമോഷൻ വന്നാൽ പോലും നമ്മൾ തെറ്റവിടെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, കൺഫ്യൂഷനൊക്കെ മനുഷ്യനാണല്ലോ, കയറി വരാം. അപ്പോൾ അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് നമ്മളിവിടെ എൻട്രി എടുത്തു എന്ന് കരുതിയാൽ
0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 0.5% ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്കും പോയിട്ടാണ് തിരികെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി ഈ എൻട്രി അല്ല നമ്മൾ എടുത്ത താഴത്തേക്കാണ് എൻട്രി എടുത്തിരുന്നതെങ്കിൽ പോലും അന്നത്തെ ദിവസം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസേ ഹിറ്റ് ചെയ്യാൻ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസം ലോസാണ് അടയാളപ്പെടുത്തേണ്ടി വരുന്നത്. ഓക്കെ, അതിവിടെ നമ്മൾ 4ാമത്തെ ദിവസം ലോസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 5ാമത്തെ ദിവസം 5th ഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ ഡേ ലോ മാർക്ക് ചെയ്തു, ഒപ്പം ഡേ ഹൈയും മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചു, സെക്കൻഡ് ക്യാൻഡിൽ ഗ്രീൻ വെച്ചു. അതിന് ശേഷം താഴത്തേക്ക് നമുക്കൊരു എൻട്രി കിട്ടുവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കുന്നു. ഈ ഗ്രീൻ ക്യാൻഡലിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് വരുന്നു, താഴത്തേക്ക് എൻട്രി എടുക്കുന്നു. നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കുവാണ്. 0.5%. ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കണക്ക് കൂട്ടുവാണ്. 0.5% സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് 1:2 ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 1:2 വന്നിട്ടില്ല. വന്നേക്കുന്നത് ജസ്റ്റ് 1:1.6 വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ 24-ാം തീയതി നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയിരിക്കുന്നത്. 24-ാം തീയതി 5ാമത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് ഇത് നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടു ലൈവായിട്ട് നമ്മൾ 3 ദിവസം പ്രോഫിറ്റും 2 ദിവസം ലോസും അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ബ്ലൈൻഡായിട്ടാണ് ഓരോ ദിവസവും ട്രേഡ് എടുത്തേക്കുന്നത്. സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും കാണാപ്പാഠം പഠിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് വലിയ കൺഫ്യൂഷനൊന്നും വരാതെ സിമ്പിളായിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ സ്ട്രാറ്റജി. ഓക്കെ, സ്ട്രാറ്റജി എല്ലായ്പ്പോഴും കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സ്ട്രാറ്റജി എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആകുന്നോ നമ്മൾ നമ്മുടെ തല ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ലോജിക്ക് വർക്കൗട്ട് ചെയ്ത് ഒരു ലോജിക്കൽ ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടി വരുന്നതെങ്കിൽ അതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കാം. സോ നമ്മൾ ആ ട്രേഡിൽ എൻട്രി എടുക്കാനായിട്ട് കുറച്ച് ഡിലേ വരാം. ട്രേഡിൽ എൻട്രി എടുക്കുമ്പോൾ ഡിലേ വന്നാൽ നിങ്ങൾക്കറിയാം എടുക്കേണ്ട പ്രൈസ് പോയിന്റിൽ നിന്ന് എത്രമാത്രം തള്ളിപ്പോകുന്നോ അത്രമാത്രം നമ്മുടെ ആ ട്രേഡ് ലോസിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രാറ്റജി സിമ്പിളാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഏതൊരു കൊച്ചു കുട്ടിക്കും കണ്ട് മനസ്സിലാകുന്ന ഒരു എൻട്രിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഒത്തിരി സമയമൊന്നും ചിന്തിച്ചിരിക്കേണ്ട. ഈ റെഡ് ക്യാൻഡലിനെ ക്രോസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഓർഡർ ഇടാം. അപ്പോൾ അതേ പ്രൈസിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടി ആക്യുറേറ്റായിട്ട് എൻട്രി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകാവുന്ന, അതായത് കിട്ടേണ്ട പ്രൈസ് തള്ളിപ്പോയിട്ടുണ്ടാകാവുന്ന ആ ഒരു ലോസിനുള്ള സാധ്യത ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് നമ്മുടെ റിസ്ക് റിവാർഡിനെ ഒത്തിരി ഗുണകരമായി ഭവിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ സിമ്പിൾ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ മാത്തമാറ്റിക്സ് നോക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ ദിവസവും നമ്മൾ 1:2 1:2 1:1 എടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മളൊരു കോളം കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വൽ റിസ്ക് റിവാർഡ് എന്ത് കിട്ടാമായിരുന്നു. കാരണം നമ്മളിവിടെ 1:2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്കറിയാം, നമുക്ക് മിനിമം റിസ്ക് റിവാർഡാണ്. അത് മാത്രമേ നമ്മൾ കാൽക്കുലേഷനിൽ പെടുത്തുന്നുള്ളൂ എങ്കിൽ പോലും ആക്ച്വലി ഇപ്പോൾ സപ്പോസ് 1:9 പോയിട്ടുണ്ട് ഒരു ദിവസം. നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് 1 സൈഡഡ് ഫാസ്റ്റ് മൂവാണ് അങ്ങോട്ട് നടത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ പോലും 1:2 എനിക്ക് മതി എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും അത്ര ഫാസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമുക്ക് ചിലപ്പോൾ 1:4 1:5 ഒക്കെ കയറി വരും. കാരണം അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് അതിൻ്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ ഇത് 1:2 കുറച്ചധികം നമുക്ക് റിസ്ക് റിവാർഡ് അന്നത്തെ ട്രേഡിൽ കിട്ടും. നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് കൊണ്ടോ എടുക്കുന്നതായിരിക്കില്ല, നമുക്കങ്ങ് കിട്ടുന്നതായിരിക്കും. മാർക്കറ്റിങ് ബോണസ് പോലെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെയും കൂടെ ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു കോളം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഐഡിയ നമുക്ക് തോന്നിയത് ഏകദേശം ഇത് കണ്ടോ 40-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിനാണ് നമ്മൾ ആ ഒരു കോളം ആഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വലിയ മൂവ് നടക്കുന്നതായിട്ട് റിസ്ക് റിവാർഡ് വരുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ പിന്നെ ആ പൊട്ടൻഷ്യൽ എത്രമാത്രം ഒരു ട്രേഡിന് നമുക്ക് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് അതും കൂടെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരണമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് അളന്നു പോകാമെന്ന് കരുതി 40 ദിവസത്തിന് ശേഷമാണ് നമ്മൾ അത് അളക്കാൻ തുടങ്ങിയത്. അതായത് ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം
3 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടി, 2 ദിവസം അടുപ്പിച്ച് ലോസ് കിട്ടി. അതിന് ശേഷം 2 ദിവസം പ്രോഫിറ്റ് കിട്ടി, 2 ദിവസം ലോസ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ പറയുന്നതിനിടയ്ക്ക് ലാഗ് വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തോളൂ, എന്നിട്ട് ടു ദ പോയിൻ്റ് കണ്ടോളൂ. ഓക്കെ, അതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം കണ്ടിന്യൂസ് ലോസ് വന്നു. ഇവിടെ ഈ ഒരു സമയത്താണ് ഏതൊരു ട്രേഡറും മാനസികമായിട്ട് വളരെയധികം ഷെയ്ക്കൺ ആവാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും തുടക്കക്കാരാണെങ്കിൽ കണ്ടിന്യൂസ് ലോസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വെച്ചിട്ട് ഒരുമാതിരിപ്പെട്ട, അതായത് 100 പേര് പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഒരു 6 ദിവസം ലോസ് അടിച്ചാൽ ഒരു 99 പേരും അവരുടെ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി അങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് പുതിയ സ്ട്രാറ്റജിയിലേക്ക് അവർ പോകും. ഇതാണ് ട്രേഡർമാരുടെ ലൈഫിൽ തുടക്ക സമയത്ത് വരാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതായത് ഒരു 5 ദിവസമോ 10 ദിവസമോ വെച്ചിട്ടൊന്നും നമുക്ക് ഒരു സ്ട്രാറ്റജിയെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൃത്യമായ ഒരു റിസൾട്ട് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ കൃത്യമായി അതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ 100 ദിവസം ആ സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ മാത്രമേ അതിൻ്റെ കൃത്യമായൊരു ആവറേജ് നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 100% ഇല്ലേ 50% അല്ലെങ്കിൽ 80% കൃത്യമായി നമുക്ക് വിൻ റേഷ്യോ തരുന്ന ഒരു സ്ട്രാറ്റജി ലോകത്ത് ആരുടെ കയ്യിലുമില്ല. നമുക്കറിയാം ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ 50% ഓഫ് ടൈം അത് ടൈൽ വീഴാനും 50% ഓഫ് ടൈം അത് ഹെഡ് വീഴാനുമാണ് സാധ്യതയുള്ളത്. ബൈ ഡിഫോൾട്ട് മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50% ഉണ്ട്. 50% പ്രോബബിലിറ്റി ഉള്ള ഒരു കാര്യത്തിൽ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് ഫിറ്റ് ചെയ്താൽ മാത്രം നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. അതായത് 1:2 റിസ്ക് റിവാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് വരാതിരിക്കണമെങ്കിൽ ബ്രേക്ക് ഈവൻ ആകാൻ നിങ്ങൾ 35% വിൻ റേഷ്യോ മതി. നിങ്ങൾക്ക് 35% വിൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഇല്ല, നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അതായത് 40% വിൻ റേഷ്യോ കിട്ടിയാൽ 100 ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1:2 റിസ്ക് റിവാർഡാണ് അയാൾ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സ്ട്രാറ്റജി മാറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തെറ്റായ തീരുമാനമായിരിക്കും. നിങ്ങൾ 6 ദിവസം ആയിക്കോട്ടെ, 7 ദിവസം ആയിക്കോട്ടെ, 8 ദിവസം ആയിക്കോട്ടെ കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റേണ്ടതില്ല. അത് തന്നെ നിങ്ങൾ തുടരുക. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജി ബൈ ഡിഫോൾട്ട് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സിമ്പിളുമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രാറ്റജി മാറ്റാതിരിക്കുക. അതിനുശേഷം നിങ്ങൾ പ്രോഫിറ്റ് ഡേയ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് പറയാൻ ഒരു കാരണം കൂടെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ ട്രേഡേഴ്സ്, നമ്മൾ കാണുന്ന വിജയിച്ചു എന്ന രീതിയിൽ കാണുന്ന ലക്ഷങ്ങളോ കോടികളോ അക്കൗണ്ടിലിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ ഇത് ചെയ്ത് തന്നെ ജീവിക്കുന്ന ട്രേഡർമാർ അവരുടെ ഇൻ്റർവ്യൂവിൽ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 8 ദിവസം വരെയാണ് കണ്ടിന്യൂസ് ലോസ് അവർക്ക് കിട്ടിയേക്കുന്നത്. അതായത് 8 ദിവസത്തിന് മുകളിൽ കണ്ടിന്യൂസ് ലോസ് കിട്ടിയതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത ട്രേഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 57 ദിവസമായി. ഈ 57 ദിവസത്തിനിടയ്ക്ക് ഈ ലൈവ് ട്രേഡുകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമുക്കും കിട്ടിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ലോസ് കിട്ടിയിട്ടുണ്ട്. 8 ദിവസം നമുക്ക് കിട്ടിയിട്ടില്ല, 7 ദിവസം കണ്ടിന്യൂസ് ലോസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്ട്രീക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് 6 ഡേയ്സ് ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ 57 ദിവസത്തിനിടയ്ക്ക് നമുക്ക് തന്നെ കണ്ടിന്യൂസ് 6 ഡേയ്സ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോസ് കണ്ടിന്യൂസ് കിട്ടാനും സാധ്യതയുണ്ട്, പ്രോഫിറ്റും അതുപോലെ തന്നെ കണ്ടിന്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് മുന്നിലേക്ക് പോവുക. ബൈ ഡിഫോൾട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വികാരമെല്ലാം അങ്ങ് മാറ്റി വെച്ചേക്കൂ. എന്നിട്ട് നിങ്ങളൊരു മെഷീനെ പോലെ വർക്ക് ചെയ്യൂ. സംഭവാമി യുഗേ യുഗേ. റിസൾട്ട് എന്താണെന്ന് നോക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്യങ്ങൾ. ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമേ നമുക്ക് കൺട്രോളുള്ളൂ. നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്ഷമ കാണിക്കുക, ധൈര്യം കാണിക്കുക. ഏതൊരു മേഖലയിലും വിജയിക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണത്. ഓക്കെ, പക്ഷേ അത് ഫോളോ ചെയ്യുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് എല്ലാവരും സ്ട്രാറ്റജി മാറ്റുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും കണക്കിലേക്ക് വരാം. ഇതിന് ശേഷം ഇവിടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രോഫിറ്റും ലോസും ഒക്കെ പിന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ലോസ് വരുന്നു. 4 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതെത്രയാ? ഇവിടെ സമ്മാണ് കാണിക്കുന്നത്. ഞാനത് കൗണ്ട് കാണിച്ചു തരാം. യെസ്, ഇവിടെ കണ്ടിന്യൂസ് 6 ദിവസം ഇവിടെ
ടാർഗറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 ദിവസം ലോസ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ 6 ദിവസം പ്രോഫിറ്റും കിട്ടി. ഇനി ഈ പ്രോഫിറ്റ് കിട്ടിയതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം. ഈ പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളുണ്ട്, ഇവിടെ 1:7 കിട്ടി, ഇവിടെ 1:11 പോയിട്ടുണ്ട്, ഹൈ 1:11 പോയിട്ടുണ്ട്, ഇവിടെ 1:18 പോയിട്ടുണ്ട്, ഇവിടെ 1:13 പോയിട്ടുണ്ട്, ഇവിടെ കണ്ടിന്യൂസ് 3 ദിവസം നോക്ക് 1:8 അബവ് പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1:5 അബവ് പോയിട്ടുള്ള ട്രേഡുകൾ നിങ്ങൾ തന്നെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ ദിവസങ്ങളിൽ നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ നിന്നും വൺ സൈഡിലേക്ക് ഒരു ഫാസ്റ്റ് മൂവിംഗ് ആണ് മാർക്കറ്റ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ 1:2 മതി റിസ്ക് റിവാർഡെന്ന് വിചാരിച്ചാൽ പോലും മാർക്കറ്റ് അത്രയും ഫാസ്റ്റായിട്ട് വൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ 1:2 അല്ല നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അതങ്ങ് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും. നമുക്ക് ചിലപ്പോൾ 1:4 5 6 8 ഇപ്പോൾ 13 പോയ ദിവസം ചിലപ്പോൾ നമുക്ക് 1:7 9 ഒക്കെ കിട്ടാം. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ ലൈഫിൽ ഞാൻ ഓൾറെഡി എൻ്റെ കഴിവ് കൊണ്ട് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതുപോലെ നല്ല മൂവ് നടത്തിയ 2 ദിവസങ്ങളിൽ ഒരു ദിവസം എനിക്ക് 1:7 കിട്ടിയിട്ടുണ്ട്, ഒരു ദിവസം എനിക്ക് 1:9 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോലും ഇത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഇത് ആർക്കും കിട്ടാം. ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ 1:2 അല്ല കിട്ടാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ കാൽക്കുലേഷനിൽ പെടുത്തിയിട്ടില്ല, നമ്മൾ മിനിമം വെച്ചിട്ടേ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. ഈ മിനിമത്തിൻ്റെ കണക്ക് എന്താണെന്നും അതിനുശേഷം നമുക്ക് ആവറേജ് എത്രമാത്രം കൂടാം എന്നതും ഈ വീഡിയോയുടെ അവസാനം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം ഇവിടെ പ്രോഫിറ്റ് കിട്ടി, അതിന് ശേഷം കണ്ടിന്യൂസ് ലോസ്, ഇവിടെ കണ്ടിന്യൂസ് പ്രോഫിറ്റ്, ഇവിടെ നോക്കാം കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഇവിടെ അടിച്ചിട്ടുണ്ട്, അത് 6 ദിവസമാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 7-8 ദിവസം കണ്ടിന്യൂസ് ലോസിലേക്ക് നമ്മൾ പോയിട്ടില്ല, മാക്സിമം 6 ദിവസമേ പോയിട്ടുള്ളൂ. അതേ 6 ദിവസം നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 100 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് കിട്ടിയതെല്ലാം 2 പോർഷൻ വീതം നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 80 പോർഷൻ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ലോസ് വരുന്നത് 60 ദിവസം ലോസ് കിട്ടി, 60 പോർഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ലോസ് മേക്കിംഗ് ഡേയ്സ് വന്നിട്ട് 60 ദിവസമാണ്, 60 പോർഷൻ ലോസ്. പ്രോഫിറ്റ് മേക്കിംഗ് ഡേയ്സ് വരുന്നത് 40 ഡേയ്സ് ആണ്, 80 പോർഷൻ പ്രോഫിറ്റ്. ഇപ്പോൾ നമുക്ക് എത്ര വിൻ റേഷ്യോ കിട്ടി? 40% കിട്ടി അല്ലേ? നമ്മൾ പറഞ്ഞു 100 ദിവസം ട്രേഡ് ചെയ്യുന്ന ഒരാൾ 1:2 റിസ്ക് റിവാർഡ് വെച്ച് എടുത്തുകൊണ്ടിരുന്നാൽ അയാൾ ലോസിൽ പോകാതിരിക്കണമെങ്കിൽ 35% വിൻ റേഷ്യോ കിട്ടിയാൽ മതി, 35% വിൻ റേഷ്യോ കിട്ടിയാൽ മതി. ഇവിടെ നമുക്ക് എത്ര കിട്ടി? ഇവിടെ നമുക്ക് 40% വിൻ റേഷ്യോ കിട്ടി. സോ നമ്മൾ പ്രോഫിറ്റിലാണ്. 40% വിൻ റേഷ്യോ കിട്ടിയ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ വീഡിയോയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, ഒന്ന് ഓർത്തെടുത്ത് നോക്കിയാൽ മതി. 20% പ്രോഫിറ്റ് നമുക്ക് മിനിമം കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം ആക്ച്വൽ കണക്കിൽ നമുക്ക് എന്താണ് കിട്ടിയത്. ഇവിടെ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 40, ടോട്ടൽ ലോസ് 30. ഇത് നമ്മൾ എടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോസ് എത്രയാണ്? 60 ദിവസം, അതായത് 60 പോർഷൻ. നമ്മുടെ ലോസ് എത്ര ശതമാനമായിരുന്നു? 0.5%. അത് നമ്മളിവിടെ ഇട്ടു. അപ്പോൾ ഇത് ഇൻറ്റു 0.5, അതായത് 30% ലോസ്. ഓക്കെ, ഇനി പ്രോഫിറ്റ് കിട്ടിയത് എത്രയാണ്? 80 പോർഷൻ. അപ്പോൾ 80 പോർഷൻ എന്ന് പറയുമ്പോൾ 40 ദിവസമാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 80 ഇൻറ്റു നമ്മൾ 0.5 എടുക്കണം. അപ്പോൾ ഇവിടെ 40 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 40% പ്രോഫിറ്റ് കിട്ടി, 30% ലോസും കിട്ടി. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 40 മൈനസ് 30. ഇവിടെ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് 100 ദിവസത്തേക്ക് 10%. ഈ 10% എന്തിൻ്റെയാണ്? സ്റ്റോക്കിൻ്റെ പ്രൈസിലാണ് നമുക്ക് 10% കിട്ടിയേക്കുന്നത് അല്ലേ? നമുക്ക് ആക്ച്വലി കിട്ടിയത് അതാണോ? അല്ല. നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് എത്രയാ? ഞാനിവിടെ കാണിച്ചു തരാം. നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, നമ്മൾ 5000-ൻ്റെ ട്രേഡാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കാണാം 5561. അപ്പോൾ 5000-ലാണ് നമ്മളൊരു ദിവസം ട്രേഡ് എടുക്കുന്നതെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു 76 നമ്പർ എടുക്കണമെങ്കിൽ 5200 വേണം. അപ്പോൾ നമുക്കൊരു 72 നോക്കാം. ഇപ്പോൾ കൃത്യം 5000 അല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ അവൈലബിൾ 9000 ആണ്. 5000-ൻ്റെ ട്രേഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 72 ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 72 ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ 72 ക്വാണ്ടിറ്റിയുടെ വില 5000 രൂപ വരത്തുള്ളൂ അല്ല?
ഇതിൻ്റെ പ്രൈസ് എത്രയാണ് ഇന്നത്തെ? 347 രൂപയാണ് BPCLൻ്റെ പ്രൈസ്. അപ്പോൾ 374 രൂപ ഇൻറ്റു നമ്മൾ 72 നമ്പറാണ് എടുത്തിട്ടുള്ളത്. അതായത് 26,928 രൂപയുടെ സ്റ്റോക്ക് എടുക്കാൻ നമുക്ക് 5,000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന 5 ടൈംസ് ലിവറേജ് നമുക്ക് കിട്ടി. അതായത് 5,000 രൂപ നമ്മൾ മുടക്കിയപ്പോൾ 26,000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് കിട്ടി. അതായത് 5/1 നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇവിടെ കാണിക്കുന്നുണ്ട് 5x. അപ്പോൾ 5 ടൈംസ് ലിവറേജ് നമുക്കിവിടെ കിട്ടി. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 10% അല്ല, ഈ 10%ൻ്റെ 5 ടൈംസ് നമ്മൾ എടുക്കണം. അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് 50%. അതായത് 100 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് 50% കിട്ടി. 50% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇതെന്താ? നമ്മുടെ ഹയസ്റ്റും അല്ല, നമ്മുടെ ആവറേജും അല്ല. ഇത് നമ്മൾ 1:2 വെച്ച് എടുത്തിട്ടുള്ള മിനിമം റിസ്ക് റിവാർഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാം ആക്ച്വൽ റിസ്ക് റിവാർഡ് എടുക്കുകയാണെങ്കിൽ ഈ 1:6ഉം 7ഉം 11ഒക്കെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 188 ഉണ്ട്. 80 പോർഷൻ അല്ല, 80ൻ്റെ ഇരട്ടി എത്രയാണ്? 160. ഈ ദിവസങ്ങളിലൊന്നും നമ്മളിത് കണക്കും കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ തൊട്ട് 40ാമത്തെ ദിവസം തൊട്ട് നമ്മളത് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് പോലും അത് 158 പോർഷനുണ്ട്. അതായത് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ഇതല്ല റിസൾട്ട്. ആക്ച്വലി ഇത് മിനിമമാണ്. ഇതിനേലും കൂടുതലായിരിക്കും നമ്മുടെ ആവറേജ്. ഇനി മാക്സിമം വന്നാൽ ഇതിനേലും ഈ ആവറേജിലും കൂടുതൽ വരും അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യാതെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് 50%. ഓക്കെ, 100 ദിവസത്തേക്ക് 50% ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാതെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ, അതായത് നമ്മൾ 2% അല്ലെ 1:2 മതി എന്ന് വിചാരിക്കുന്ന ദിവസം പോലും ചിലപ്പോൾ കയറി വന്നൊരു 5% നമുക്ക് കിട്ടി, ഇല്ല 5 പോർഷൻ നമുക്ക് കിട്ടി, ഇല്ല 10 പോർഷൻ കിട്ടി, ഇല്ല 3 പോർഷൻ കിട്ടി, 4 പോർഷൻ കിട്ടി, എത്ര ആയിക്കോട്ടെ, നമ്മുടെ മിനിമം റിസ്ക് റിവാർഡിന് മുകളിലേക്ക് എത്ര കിട്ടുന്നോ അതൊക്കെ ഇവിടെ കൂടി വരും. അപ്പോൾ നമ്മുടെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 50% അല്ല കിട്ടാൻ പോകുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ മറന്ന് കളഞ്ഞേക്കൂ. നമുക്ക് മിനിമേ കിട്ടിയുള്ളൂ, 50% കിട്ടിയുള്ളൂ എന്ന് തന്നെ കരുതിക്കോ. 100 ദിവസത്തേക്ക് നമുക്ക് 50% കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്കോ? ഒരു വർഷത്തെ ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും അതൊരു 200-240 ദിവസം ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് ഒരു വർഷം കിട്ടുന്നുണ്ട്. അതും അത്രയും നമ്മൾ എടുക്കണ്ട. 240 എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. 200 ദിവസം എന്തായാലും കിട്ടുമല്ലോ. ഒരു വർഷത്തിൽ 200 ദിവസം ട്രേഡിംഗ് ഡേയ്സ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 50 × 2, അതായത് 100 ദിവസത്തേക്ക് നമുക്ക് 50 കിട്ടി. അങ്ങനെയാണ് 200 ദിവസത്തേക്ക് 100% കിട്ടണം. ഒരു വർഷം 100% മിനിമം റിസ്ക് റിവാർഡ് എന്തായാലും ഇതിൽ കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് 100 ദിവസത്തെ 2 ബാക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആ 2 ബാക്ക് ടെസ്റ്റിൽ നിങ്ങൾ കണ്ടു ഒരു വർഷത്തേക്ക് 200%-ഉം 146%-ഉം അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കണക്ക് കൂട്ടിയപ്പോഴും മിനിമം വന്നത് എത്രയാണ്? 100%. ഓക്കെ, അപ്പോൾ 100% ഒരു വർഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പൗണ്ടിങ് ഒരു കണക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 5,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഡേ 0യിൽ നമ്മൾ 5,000 രൂപയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡേ 1ൽ 5,000 രൂപ ഉണ്ടായിരുന്ന ആൾ ഒരു വർഷം ഈ രീതിയിൽ ട്രേഡ് ചെയ്തു, 100% റിട്ടേൺ കിട്ടിയെന്ന് വെച്ചാൽ ഇയർലി കോമ്പൗണ്ടിങ് ആണ്. മന്ത്ലി നമ്മൾ കോമ്പൗണ്ടിങ് എടുത്തിട്ടില്ല. ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്ത് പോകുമ്പോൾ മന്ത്ലി കോമ്പൗണ്ടിങ് കയറി വരും. എന്നിരുന്നാൽ പോലും നമ്മളിത് കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ ഇയർലി കോമ്പൗണ്ടിങ് എന്ന് കണക്കൂട്ടിയാൽ പോലും 5,000 10,000 ആകണമല്ലോ. 100% റിട്ടേൺ കിട്ടിയാൽ മിനിമം 10,000 ആകും. ഓക്കെ, അങ്ങനെയാണ് അടുത്ത വർഷം അത് 20,000 ആകുമല്ലോ. അതിൻ്റെ അടുത്ത വർഷം 40,000 ആകുമല്ലോ. ഇവിടെ ഒന്നും നമ്മൾ എക്സ്ട്രാ പൈസ അങ്ങോട്ട് ഇട്ടതായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. ഒപ്പം മന്ത്ലി കോമ്പൗണ്ടിങ് എടുത്തിട്ടില്ല. സിമ്പിൾ ഇയർലി കോമ്പൗണ്ടിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ എവറി ഇയർ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും 15ാമത്തെ വർഷം വരുമ്പോൾ അത് 8,19,20,000 രൂപയ്ക്ക് മുകളിലേക്കുള്ളൊരു ഫിഗറാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന സാലറി എത്രയാണ്? സപ്പോസ് ഒരു 50,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണ് നിങ്ങളെന്ന് കരുതുക. നിങ്ങളിത് ട്രേഡ് ചെയ്ത് പോകുന്നു. ഒരു 3 വർഷം 4 വർഷം ഇതിൻ്റെ പുറത്ത് നിങ്ങൾ ട്രേഡ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ 3ാമത്തെ വർഷമോ 4ാമത്തെ വർഷമോ 5ാമത്തെ വർഷമോ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന സാലറിയുടെ 10 ടൈംസ് നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നു എന്ന് കരുതുക. 50,000 കിട്ടുന്ന ആൾക്ക് 5 ലക്ഷം കിട്ടി. ഓക്കെ, ഇനി 5 ടൈംസേ കിട്ടുന്നുള്ളൂ എന്ന് കരുതിയാൽ പോലും 2.5 ലക്ഷം കിട്ടി.
ഇതൊന്നും വേണ്ട. 50,000 കിട്ടുന്ന ഒരാൾക്ക് അതേ 50,000 രൂപ ട്രേഡ് ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിലെ ടൈം മുഴുവൻ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ ട്രേഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ കാലാവസ്ഥ നിങ്ങളെ ബാധിക്കില്ല, പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങൾ എവിടെ ഇരുന്നിട്ടോ അവിടെ ഇരുന്ന് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ലൊരു ബിസിനസ്സാണ് ട്രേഡിംഗ്. സോ ഇതിനകത്ത് വളരാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ മാത്രമാണ്. ഡിസിപ്ലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ലോക അതീത കാലം മനുഷ്യൻ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രകാലങ്ങളിൽ നിന്നേ പ്രഗത്ഭരായവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മഹാഭാരതത്തിൽ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന വാക്യങ്ങൾ സംഭവാമി യുഗേ യുഗേ, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ സംഭവിച്ച കാര്യങ്ങളിലൊന്നും നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളായി സംഭവിപ്പിച്ചതല്ല, അത് സംഭവിച്ചതാണ്. അതിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ലായിരുന്നു. ഒപ്പം ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതും നമ്മളുടെ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പോൾ പോലും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ കൺട്രോൾ അവിടെയും ഇല്ല. ഇനി വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് യാതൊരുവിധ കൺട്രോളുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും 100% ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാമെന്നതിലപ്പുറം നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഒരാൾക്കും ഒരു കൺട്രോളും ഇല്ല. ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടി അത് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാം എന്നതിൽ മാത്രമേ എന്ത് പ്രവൃത്തി ഞാൻ ചെയ്യണം എന്നതിൽ മാത്രമേ എനിക്ക് കൺട്രോളുള്ളൂ. അതിൻ്റെ റിസൾട്ടിൽ എനിക്കൊരു കൺട്രോളുമില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യൂ. ഇതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതർവൈസ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഒരു മനുഷ്യൻ റിസൾട്ട് എന്തുമായിക്കോട്ടെ, ഞാനിത് ചെയ്യാൻ പോവുകയാണ്, അടുത്ത 5 വർഷത്തേക്ക് അല്ലെ അടുത്ത 10 വർഷത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ പ്രവൃത്തി ഞാൻ തുടരാൻ പോകുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, ഈ പ്രവൃത്തി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി വരുന്ന ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊരു മനുഷ്യൻ വിചാരിച്ചാൽ ഇല്ലെങ്കിൽ അയാളെ ആർക്കും പിന്തിരിപ്പിക്കാനാവില്ല. അയാൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അതിൽ നിന്ന് എന്ത് റിസൾട്ട് കിട്ടിയാലും അത് അയാൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാൾക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളുടെ മേഖല ഏതുമായിക്കോട്ടെ, ആ മേഖലയിൽ അയാൾ വിജയിക്കാതിരിക്കാൻ യാതൊരുവിധ മാർഗവുമില്ല. ഓക്കെ, ട്രേഡിങ്ങും വിജയിച്ച ട്രേഡേഴ്സിനൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. ഞാൻ ധാരാളം ആൾക്കാരുടെ ഇൻ്റർവ്യൂവും അവരുടെ ലൈഫ് സ്റ്റോറീസും ഒക്കെ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം ഇതാണ്: അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ ഒരു സ്ട്രാറ്റജിയിൽ അവർ മാറ്റം വരുത്തുന്നില്ല. അവരൊരു റിസ്ക് റിവാർഡ് വെച്ചിട്ടുണ്ട്. അവരുടെ ലോസ് മാത്രമേ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 1:10 കിട്ടുന്നു, ഇല്ലേ 1:18 കിട്ടുന്നു. ഇത് നമ്മുടെ കൺട്രോളിലല്ല. മാർക്കറ്റ് അന്നത്തെ ദിവസം അത്രയും മൂവ് ചെയ്താൽ നമുക്കത് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കൺട്രോളിലുള്ളത് എന്താണ്? പോസിറ്റീവ് കിട്ടുമ്പോൾ ഇത് 2 3 4 5 ഒക്കെ ആയിട്ട് പോർഷൻ കൂടാം. പക്ഷേ ലോസ് സംഭവിക്കുമ്പോൾ എത്ര നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വരണമെന്നുള്ളത് കംപ്ലീറ്റ് നമ്മുടെ കൺട്രോളിലാണ്. അപ്പോൾ എന്താണോ നമ്മുടെ കൺട്രോളിലുള്ളത് അതിനെ നമ്മൾ സ്ട്രിക്റ്റ്ലി കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക. ഇതാണ് ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ള മാർഗം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 3 ബാക്ക് ടെസ്റ്റിംഗ് 100 ഡേയ്സ് വീഡിയോസ് കണ്ടിട്ടുള്ള ഏതൊരാൾക്കും ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് മനസ്സിൽ എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് ഒരു സ്ട്രാറ്റജി പഠിക്കണം. അപ്പോൾ നമ്മളൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ വരുന്ന 30 ദിവസത്തേക്ക് ഒരാൾക്ക് കാണാപ്പാഠം പഠിക്കാൻ വേണ്ടുന്ന സമയം. അതിന് വേണ്ടിയിട്ട് ലൈവ് ട്രേഡ് നമ്മൾ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ലൈവ് ട്രേഡിന് ശേഷം ഈവനിങ്ങിൽ അന്നത്തെ ദിവസം മൂവ് ചെയ്ത 10 ബെസ്റ്റ് സ്റ്റോക്കുകളുടെ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോയും നമ്മൾ ഇടുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് കാണാപ്പാഠം ഈ സ്ട്രാറ്റജി ഒരാൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒപ്പം തന്നെ നമ്മളോടൊപ്പം ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. പിന്നീട് അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്നാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം. അതുപോലെ തന്നെ ആ വിശ്വാസം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ വിശ്വാസം സത്യമാണ്, നിങ്ങൾ വിജയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.